ഹായ് ഗേസ്, നമുക്കിന്ന് രാവിലെ തന്നെ ചായയും നല്ല വെള്ളയപ്പവും പീസ് കറിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അതിന് ശേഷം നമ്മുടെ ഉച്ചത്തേക്കുള്ള കറിക്കായിട്ടുള്ള സ്രാവ് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സ്രാവ് കറി എല്ലാവർക്കും ഇഷ്ടമാണോ ഗേസ്? സ്രാവ് കറിക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതൊക്കെ എരിവിനനുസരിച്ച്. അപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ഇടാം. അതല്ല കുറവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ച് മുളക് ഇട്ടാൽ മതി കേട്ടോ. നമുക്കിവിടെ എല്ലാവർക്കും അത്യാവശ്യം നല്ല എരിവ് വേണം, അപ്പോൾ അതിന് പാകത്തിനാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞ് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇടാം, അതുപോലെ തന്നെ കാന്താരി മുളക് ഇടണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ നമ്മൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് കുടംപുളി ഇട്ടിട്ടാണ് നമ്മൾ മീൻകറി നമ്മുടെ ഇവിടെ വയ്ക്കുന്നതാണ് കേട്ടോ. പല സ്ഥലത്തും പല രീതിയായിരിക്കും, ചിലത് വാളംപുളി ഉപയോഗിക്കും, ഇവിടെ നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പിടുന്നില്ല അതിൽ. ഉപ്പിടാത്തതിന് കാരണം ഇത് ഉണക്കമീനാണ്, ഉണക്കസ്രാവാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഓൾറെഡി നല്ല ഉപ്പാണ്. എന്നിട്ട് നമ്മളിത് വേവിക്കാൻ ഇങ്ങനെ അടപ്പത്ത് വച്ചേക്കാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കും. അപ്പോൾ നമ്മുടെ ഉച്ചത്തുള്ള ചോറ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ചോറ് നമുക്ക് പാവയ്ക്കക്കറി, പാവയ്ക്കത്തോരനും സ്രാവ് കറി, മാങ്ങ കിളിമിനിട്ട് വച്ചതൊക്കെയാണ്. പിന്നെ നമ്മൾ വൈകുന്നേരം ചായയും ചക്കപ്പുഴുക്കുമാണ് കഴിക്കുന്നത്.